ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുകയാണ്. തുരങ്ക യുദ്ധമാണ് പ്രധാനമായിട്ടുമുള്ളത്. ഗാസയിലെ തുരങ്കങ്ങൾ വളരെ ദുർഘടം പിടിച്ച പാതകളിലൂടെയാണ് ഇപ്പോൾ തുരങ്കങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തെ ആകപ്പാടെ തലചുറ്റിക്കുന്ന ഒരു തരം രാവണൻ കോട്ടയാണതെന്ന് പറയപ്പെടുന്നു. 2 പതിറ്റാണ്ട് കൊണ്ടാണ് ഈ രാവണൻ കോട്ട പോലെയുള്ള ഒരു തുരങ്ക ശൃംഖല ഹമാസ് കെട്ടിപ്പടുത്തത്. 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങും മുമ്പ് തന്നെ തുരങ്ക നിർമ്മാണം തുടങ്ങിയിരുന്നു. 2007 ഹമാസ് ഭരണം പിടിച്ചതോടെ ഈജിപ്തും ഇസ്രായേലും ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു. രണ്ടിടത്തു നിന്നും നിർമ്മാണ വസ്തുക്കൾ വരാൻ കഴിയാതെയായപ്പോൾ ഈജിപ്തിലെ ചെറുതും വലുതുമായ 2500ഓളം തുരങ്കങ്ങളിലൂടെ ശൃംഖലകളുമായി റാഫ അതിർത്തിക്കടിയിലൂടെ ബന്ധിപ്പിച്ച തുരങ്കങ്ങളിലൂടെയാണ് നിർമ്മാണ വസ്തുക്കളും ഇന്ധനവും ഒക്കെ ഗാസയിലേക്ക് എത്തിയത്. അപരിചിതർക്ക് ദിക്കും ദിശയും സ്ഥലകാല ബോധവും പോലും നഷ്ടപ്പെടുന്നത്ര സങ്കീർണമാണ് ഈ തുരങ്ക നിർമ്മാണം. അവസാനിക്കാത്ത വഴികൾ, നിന്ന് തിരിയാൻ പറ്റാത്ത തുരങ്കങ്ങൾ, തലചുറ്റി വീഴാം, ഓക്സിജൻ ഇല്ല, ഓക്സിജൻ വളരെ കുറവാണ്. സൈനികർ ഓക്സിജൻ സിലിണ്ടറുകൾ കയ്യിൽ കരുതണം. ഇസ്രായേൽ സൈനികർ തുരങ്കത്തിനകത്തേക്ക് പോകുന്നെങ്കിൽ ഒരുപാട് പ്രീക്കോഷൻസ് എടുത്തിട്ടേ പോകാൻ പറ്റൂ. രാസവസ്തുക്കളെ ചെറുക്കാൻ മാസ്കുകൾ വേണം. റോബോട്ടുകളോ ഡ്രോണുകളോ അയച്ച് തുരങ്കങ്ങൾ മാപ്പ് ചെയ്ത് കെണിബോംബുകൾ കണ്ടെത്തി അതിനെ നിർവീര്യമാക്കിയ ശേഷമേ സൈനികർക്ക് അകത്തേക്ക് കിടക്കാൻ കഴിയൂ. 2013 ഇസ്രായേൽ കമാൻഡർ അജിയ ക്ലീനിന്റെ സംഘം 65 അടി ആഴത്തിലുള്ള 1.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സംഘം തുരങ്കത്തിൽ ഇറങ്ങിയ നിമിഷം ഈ ഹമാസുകാര് വച്ച കെണിബോംബ് പൊട്ടിത്തെറിച്ച് 6 ഭടന്മാർക്ക് പരിക്കേറ്റു. ക്ലീനിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. തുരങ്കങ്ങളിലെ ഓപ്പറേഷന് സമൂർ എന്ന കമാൻഡോ യൂണിറ്റ് ഇസ്രായേലിനുണ്ട്. ഹീബ്രുവിൽ സമൂർ എന്നാൽ കീരി. മാളങ്ങൾ പോലുള്ള തുരങ്കങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള പരിശീലനമാണ് കീരി പട്ടാളത്തിന് നൽകുന്നത്. 2001 തുരങ്കത്തിൽ നിന്നുള്ള ആദ്യ ആക്രമണം ഉണ്ടായി. ഇസ്രായേലിലെ ഒരു മിലിറ്ററി പോസ്റ്റിന്റെ അടിയിലായിരുന്നു സ്ഫോടനം ഉണ്ടായത്. 2006 ജൂൺ 25 800 മീറ്റർ തുരങ്കത്തിലൂടെ ഇസ്രായേലിലേക്ക് ഹമാസുകാർ നുഴഞ്ഞു കയറി പട്രോളിംഗ് യൂണിറ്റിനെ ആക്രമിച്ചു. അന്ന് 3 സൈനികരെ കൊന്നു, ഒരാളെ ബന്ദിയാക്കുകയും ചെയ്തു. 2013 3 തുരങ്കങ്ങൾ കണ്ടെത്തി. 2ലും സ്ഫോടക വസ്തുക്കളായിരുന്നു. 2014 മെയ്യില് ഹമാസിന്റെ നുഴഞ്ഞു കയറ്റം വിഫലമാക്കി ഇസ്രായേൽ തിരിച്ചടിച്ചു. 2014 ജൂലൈയില് ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചത് തുരങ്കങ്ങൾ തകർക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആ യുദ്ധത്തിലും ഹമാസ് തുരങ്കങ്ങളിലൂടെ കടന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. അന്ന് ഇസ്രായേൽ കണ്ടെത്തിയ ഓരോ തുരങ്കവും 10 ടൺ വരെ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടായിരുന്നു തകർത്തത്. 2018 ഇസ്രായേലിലേക്കുള്ള ഹമാസിന്റെ ഏറ്റവും നീളമുള്ള തുരങ്കത്തെ ഇസ്രായേൽ തകർത്തു. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് വാൾ എന്ന പേരിൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിനിടെയാണ് ഹമാസിന്റെ തുരങ്കങ്ങളുടെ വ്യാപ്തി ഇസ്രായേൽ ശരിക്കും തിരിച്ചറിഞ്ഞത്. ഇസ്രായേലിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ഗാസയുടെ 51 കിലോമീറ്റർ അതിർത്തി ഉൾപ്പെടെ 65 കിലോമീറ്ററിൽ ഭൂമിക്കടിയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ തുടക്കം അവിടെയാണ്. 2018 തുടങ്ങി 2021 പൂർത്തിയായി. 1200 തൊഴിലാളികളുടെ കഠിനമായ വിശ്രമമില്ലാത്ത അധ്വാനമായിരുന്നു അത്. 20 ലക്ഷം ഘന അടി കോൺക്രീറ്റ് ആണ് ഉപയോഗിച്ചത്. ഈ ഭൂഗർഭ മതിലിന്റെ ആഴം ഇസ്രായേൽ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. മതിൽ നിർമ്മാണത്തിനായി 3 ലക്ഷത്തിലധികം ലോഡ് മണ്ണ് കുഴിച്ചെടുത്തു മാറ്റി. 110 അടി ഡോളറിലേറെ, ഏകദേശം 10,000 കോടി രൂപ ചെലവിട്ടെന്നാണ് പറയപ്പെടുന്നത്. പുതിയ തുരങ്ക നിർമ്മാണം കണ്ടെത്താൻ ഭൂഗർഭ മതിലിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവിട്ട് ഇലക്ട്രോണിക് സെൻസർ സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട്. സ്മാർട്ട് വാള്, അയൺ സ്പേഡ് എന്നൊക്കെയാണ് ഈ മതിലിനെ വിശേഷിപ്പിക്കുന്നത്. ഭൂഗർഭ മതിലിനു മുകളിൽ 65 കിലോമീറ്റർ നീളത്തിൽ
30 അടി ഉയരമുള്ള ഉരുക്ക് വേലി തന്നെയുണ്ട്. ചിലയിടത്ത് കോൺക്രീറ്റ് മതിലാണ്. ഈ വേലിയില് നിരീക്ഷണ സെൻസറുകളും റഡാറുകളും റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും കമാൻഡ് സെന്ററുകളുമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള ഹമാസ് ആക്രമണം തടയാൻ നിർമ്മിച്ച കൂറ്റൻ കടൽ ഭിത്തിയിലാണ് ഈ വേലി ചെന്ന് ചേരുന്നത്. ഈ വേലിയാണ് ഇക്കുറി 30-ലേറെ സ്ഥലങ്ങളിൽ പൊളിച്ച് ഹമാസ് ഇരച്ചു കയറിയത്. ഇസ്രയേലിലെ കിബുട്സ് എന്ന സ്ഥലത്ത് ഒരു തുരങ്കത്തിന്റെ കവാടവും കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഭൂഗർഭ മതിലിന്റെയും അടിയിലൂടെ ഹമാസ് നിർമ്മിച്ച തുരങ്കമാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. ഗാസയ്ക്കെതിരെ ഉപരോധം നിലനിന്ന 2008 മുതൽ 2010 വരെയുള്ള കാലത്ത് ഈജിപ്തിൽ തുരങ്ക നിർമ്മാണം സ്വകാര്യ വ്യവസായമായി വളർന്നു. 22,000 പലസ്തീനികൾ വരെ തുരങ്ക നിർമ്മാണ തൊഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹമ്മർ വാഹനങ്ങളും വാഷിംഗ് മെഷീനുകളും സിഗരറ്റും മുതൽ പശുക്കളെ വരെ തുരങ്കങ്ങളിലൂടെ ഗാസയിലേക്ക് കടത്തി. തുരങ്ക ഉടമകൾ സമ്പന്നരായി മാറി. ഇതിനെല്ലാം ഹമാസ് നികുതി ഈടാക്കുകയും ചെയ്തു. ഈജിപ്തിലെ സിനായിയിലെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഹമാസ് ആയുധങ്ങൾ എത്തിച്ചതും ഈ തുരങ്കത്തിലൂടെയായിരുന്നു. ഒടുവിൽ ഈജിപ്റ്റ് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറ്റിവിട്ട് ഈ തുരങ്കങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. വർഷങ്ങൾ നീണ്ട അധ്വാനം ഒടുവിൽ നിഷ്പ്രഭമാകുകയാണ്. ആ തുരങ്കത്തെ നശിപ്പിക്കാൻ, ആ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ കടൽ വെള്ളം കൊണ്ട് നിറയ്ക്കുകയാണ് ഇപ്പോൾ തുരങ്കങ്ങൾ IDF. അതുപോലെ ഒരു ഭാഗത്ത് നിന്ന് വിഷപ്പുകയും, അങ്ങനെ അവർക്ക് ഒരു രൂപത്തിലും അതിനകത്ത് ജീവിക്കാൻ സാധിക്കാതെ വിഷപ്പുക ശ്വസിച്ചും കടൽ വെള്ളം കുടിച്ചും അതിനകത്ത് മുങ്ങി നിൽക്കാൻ സാധിക്കാതെ അവർ പുറത്തേക്ക് വരുമ്പോൾ അവരെ വെടിവെച്ചു കൊല്ലാനാണ് ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് തുരങ്കങ്ങളൊക്കെ കടൽ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് കേൾക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ഇതിനിടെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ ഗാസയിലെ സ്ഥിതി വീണ്ടും വഷളായിരിക്കുകയാണ്. തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് പലസ്തീനികളിൽ പലരും താൽക്കാലിക ഷെൽട്ടറുകളിലാണ് ഉറങ്ങുന്നത്. ഇപ്പോൾ നിലയ്ക്കാതെ പെയ്യുന്ന കനത്ത മഴ പലസ്തീനികൾക്ക് പുതിയ ആശങ്കകളും വെല്ലുവിളികളും നൽകുകയാണ്. വീടുകൾ നഷ്ടപ്പെട്ട് താൽക്കാലിക ടെന്റുകളിൽ കഴിയുന്ന പലസ്തീനികളെ മഴ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ജലജന്യ രോഗങ്ങളും ബാക്ടീരിയ അണുബാധയും മഴ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗാസ മുൻപ് മാനുഷിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുക തന്നെയാണ്. ഭക്ഷണം, ഇന്ധനം, അവശ്യവസ്തു സാധനങ്ങൾ എന്നിവയുടെ എല്ലാം അഭാവം ധാരാളമുണ്ട്. ഇതിനിടയിൽ തെക്ക് ഖാൻ യൂനിസിനെ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ഗാസ മുനമ്പിൽ ബോംബാക്രമണം തുടരുകയാണ്. ഈജിപ്ത് അതിർത്തിക്ക് അടുത്തുള്ള റഫയിലും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഗസയിലെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. ആഴ്ചകളോ മാസങ്ങളോ എടുത്താലും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രയേൽ പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു ഭാഗത്തുകൂടി മഴയും കാറ്റും, വേറൊരു ഭാഗത്തുകൂടി കടൽ വെള്ളവും, മറ്റൊരു ഭാഗത്ത് വിഷപ്പുകയും, കടൽ മാർഗം, വ്യോമമാർഗം, തുരങ്കമാർഗം, കരമാർഗം, ഇങ്ങനെ എല്ലാ രൂപത്തിലും ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കില്ലെന്നും ബന്ധികൾക്കു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബന്ധികളെ വിട്ടുകിട്ടണമെങ്കിൽ നിങ്ങൾ സായുധ പോരാട്ടത്തിലൂടെ നിങ്ങൾക്കതിന് കഴിയില്ലെന്നും, അങ്ങനെയാണെങ്കിൽ ബന്ധികളെ ഞങ്ങൾ കൊല്ലുമെന്നും ഹമാസ് ഒരു ഭാഗത്തുകൂടി ഭീഷണിപ്പെടുത്തുമ്പോഴും ബന്ധികളെ കണ്ടെത്താൻ മൊസാദും IDF-ഉം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. തുരങ്കങ്ങളിനകത്താണ് ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഒരു ഭാഗത്തുകൂടി പറയുന്നത്. അപ്പോൾ ഈ കടൽ വെള്ളവും ഈ വിഷപ്പുകയും ഒക്കെ ഒരു പരിധിവരെ ബന്ധികളെയും ബാധിക്കും എന്ന ആശങ്കയും ഇസ്രായേലിനുണ്ട്. പക്ഷേ ഇസ്രായേലിന് ഈ യുദ്ധം ചെയ്തേ മതിയാകൂ. ഹമാസിനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ, ഇനിയെങ്കിലും ഇസ്രായേലിയർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ യുദ്ധം തുടർന്നേ മതിയാകൂ എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. നന്ദി.